നമ്മുടെ 2019 സ്കീമിലെ ബിടെക് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് തെർമൽ അനാലിസിസ്. എല്ലാ തവണയും നമുക്ക് എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, ഇവ തമ്മിലുള്ള വ്യത്യാസമൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു തെർമൽ അനാലിസിസ് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കാൻ നോക്കാം. എന്താണ് തെർമൽ അനാലിസിസ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തെർമൽ ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ് അല്ലെ. മെഷർമെന്റ് ഓഫ് ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് എനി വൺ ഓഫ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് മാസ് ചേഞ്ച് ഓർ ഹീറ്റ് ചേഞ്ച്. ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് ആ ടെമ്പറേച്ചറും പിന്നെ അതിന്റെ മാസ് ചേഞ്ചോ അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ചോ ഒക്കെ പ്രോപ്പർട്ടി ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അത് മെഷർ ചെയ്യുന്നതാണ് തെർമൽ അനാലിസിസ്. ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് എനി വൺ ഓഫ് പ്രോപ്പർട്ടി. ഒന്നുകിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു വസ്തു ചൂടാക്കുമ്പോൾ അതിന്റെ മാസിന് ചേഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ഹീറ്റിന് ചേഞ്ച് ഉണ്ടാവാം. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, TGA. ഇവിടെ എന്താ ചെയ്യുന്നത്? സാമ്പിൾ ഈസ് ഹീറ്റഡ് ഇൻ എ ഗിവൺ എൻവയോൺമെന്റ് അറ്റ് കൺട്രോൾഡ് റേറ്റ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു 1200 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഒരു 1200 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ റൂം ടെമ്പറേച്ചർ മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ ചൂടാക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? സബ്സ്റ്റൻസിന്റെ വെയിറ്റിന് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ വെയിറ്റ് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് സബ്സ്റ്റൻസിന്റെ വെയിറ്റിന് എത്രത്തോളം ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഓരോ സമയത്തും മെഷർ ചെയ്യുന്നു. ദെൻ ടെമ്പറേച്ചർ നമ്മളൊരു കോൺസ്റ്റന്റ് റേറ്റിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ചേഞ്ചസ് ഇൻ വെയിറ്റ്സും റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസിന്റെ മാസിന് എന്ത് സംഭവിക്കും? ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഇപ്പൊ ഫിസിക്കൽ ചേഞ്ചുകൾ നടക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു ഹീറ്റ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ വെള്ളമുള്ളത് അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോവാം അല്ലെ. അതിനനുസരിച്ച് ആ വെള്ളത്തിന്റെ മാസ് കുറഞ്ഞു വരും അല്ലെ. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നടക്കാം, അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വേപ്പറൈസ് ചെയ്ത് പോവാം. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലിക്വിഡ്, അതിനുള്ള ആ ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് ഇവാപറേറ്റ് ചെയ്ത് പോവാം. അങ്ങനെയൊക്കെ നമുക്ക് മാസിന് ചേഞ്ച് ഉണ്ടാവാം. അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചുകൾ കൊണ്ട് ഡീകമ്പോസിഷൻ, ഡിസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇങ്ങനെയുള്ള റിയാക്ഷൻസ് നടക്കുമ്പോഴും ചിലപ്പോൾ സബ്സ്റ്റൻസിന്റെ മാസിന് ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതാണ് തെർമോഗ്രാം. അപ്പൊ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് എടുക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു, ടെമ്പറേച്ചർ കൊടുക്കുന്നു. അതിനനുസരിച്ച് ആ സബ്സ്റ്റൻസിന്റെ മാസിനുണ്ടാവുന്ന വ്യത്യാസം നമ്മൾ നോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ മാസ് വ്യത്യാസം വരാം. ഒന്നുകിൽ അതിലുള്ള വെള്ളം പോവാം, അല്ലെങ്കിൽ ഇവാപറേഷൻ നടക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ, ഓക്സിഡേഷൻ പോലുള്ള റിയാക്ഷൻസ് നടക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ സബ്സ്റ്റൻസിന്റെ മാസിന് വ്യത്യാസം വരാം. അപ്പൊ TGAയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തെർമോഗ്രാം എന്നാണ് നമ്മൾ പറയുന്ന ഗ്രാഫിൽ എന്തൊക്കെയാ ഉള്ളത്? X ആക്സിസിൽ ടെമ്പറേച്ചറും Y ആക്സിസിൽ മാസ് ഓഫ് സബ്സ്റ്റൻസും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാസ് ഓഫ് സബ്സ്റ്റൻസിന് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ നോക്കുന്നു. ഹൊറിസോണ്ടൽ പോർഷൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ടെമ്പറേച്ചർ മാറുന്നുണ്ട്, പക്ഷെ മാസ് ഓഫ് സബ്സ്റ്റൻസ് മാറുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു വെർട്ടിക്കൽ പോർഷൻ വന്നിട്ടുണ്ട്, ഒരു ഡിപ്പ് വന്നിട്ടുണ്ടല്ലേ ഗ്രാഫിന്. അതിനർത്ഥം എന്താണ്? അവിടെ വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാസും കുറയുന്നു, വീണ്ടും കോൺസ്റ്റന്റ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ഗ്രാഫാണ്. തെർമോഗ്രാം എന്നാണ് നമ്മൾ ഈ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ഗ്രാഫിന് പറയുന്നത്. ഇനി തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ അപ്പാരറ്റസ് എന്തൊക്കെയാ ഉള്ളത്? ഒന്ന്, ചൂടാക്കാൻ വേണ്ടി ഒരു പവർ സോഴ്സ് വേണമല്ലോ അല്ലെ. ചൂടാക്കാൻ, ഹീറ്റ് കൊടുക്കാൻ ഒരു പവർ സോഴ്സ് ഉണ്ടാവും. പിന്നെ സാമ്പിൾ വെച്ചിട്ടുണ്ട്, സാമ്പിളിന്റെ ടെമ്പറേച്ചർ, ദെൻ നമ്മൾ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന എക്യുപ്മെന്റ് ഉണ്ട്. ചൂട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ സെൻസർ, എത്രത്തോളം ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നു എന്നുള്ളത് സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പറേച്ചർ സെൻസർ. ദെൻ ഒരു തെർമോ ബാലൻസ്, ടെമ്പറേച്ചറിനനുസരിച്ച് മാസിനുണ്ടാവുന്ന വ്യത്യാസം മെഷർ ചെയ്യാൻ. ദെൻ രണ്ടും ആ ഒരു സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ആംപ്ലിഫയർ, ദെൻ റെക്കോർഡ് ചെയ്യാൻ ഒരു റെക്കോർഡർ. ഇത്രയാണ് നമ്മുടെ TGA അപ്പാരറ്റസിലുള്ളത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇനി മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് വഴി സബ്സ്റ്റൻസ് ചൂടാക്കുന്നു, വെയിറ്റിനുണ്ടാകുന്ന വ്യത്യാസം നോക്കുന്നു. ഇത് കാൽഷ്യം ഓക്സലേറ്റിന്റെ തെർമോഗ്രാം ആണ്. അപ്പൊ കാൽഷ്യം ഓക്സലേറ്റ് ടു CaC2O4H2O. CaC2O4 ആണ് കാൽഷ്യം ഓക്സലേറ്റ്. അപ്പൊ വാട്ടർ കൂടിയുള്ള കാൽഷ്യം ഓക്സലേറ്റ് ആണ്. അപ്പൊ കാൽഷ്യം ഓക്സലേറ്റ് ചൂടാക്കുന്നതിനനുസരിച്ച് ഓരോ ടെമ്പറേച്ചറിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോയി അല്ലെ. നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവിടെ നിൽക്കില്ല, വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ പിന്നെ കാൽഷ്യം ഓക്സലേറ്റിൽ ഇനി വെള്ളമില്ല. വെള്ളം പോകുന്നതിനനുസരിച്ച് ആ ഒരു വെള്ളത്തിന്റെ മാസ് കുറഞ്ഞു വന്നു അല്ലെ. ഇനി വീണ്ടും 226 തൊട്ട് 346 വരെ കോൺസ്റ്റന്റ് ആയിട്ട് പോയിട്ട് 346 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഡിപ്പ് ഉണ്ടായി അല്ലെ. അപ്പൊ ഈ കാൽഷ്യം ഓക്സലേറ്റിൽ നിന്ന് എന്തോ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. CaCO3 ഇനി ഇവിടെ മിച്ചുള്ളൂ. അപ്പൊ ഒരു കാർബണും ഒരു ഓക്സിജനും പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റ് ആണ് ഇവിടെ കുറഞ്ഞത്. ഇനി 420 തൊട്ട് 660 വരെ വീണ്ടും കാൽഷ്യം കാർബണേറ്റ് കോൺസ്റ്റന്റ് ആണ്. 660 എത്തിയപ്പോൾ വീണ്ടും ഒരു ഡിപ്പ് വന്നു. അതിനർത്ഥം എന്താണ്?
ഇവിടെ CaOA ഉള്ളൂ. ഒരു സിയും 2 ഓയും പോയി അല്ലേ. CO3 ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു OA ഉള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോയത്. ദെൻ 840 തൊട്ട് പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. ചിലപ്പോൾ എക്സാമിന് ഈ കാൽഷ്യം ഓക്സലേറ്റിന് തെർമോഗ്രാം പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ കാൽഷ്യം CaC2O4H2O 100 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റീജിയൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറുന്നു, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ദെൻ അൺഹൈഡ്രസ് കാൽഷ്യം ഓക്സലേറ്റ് 226 തൊട്ട് 346 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിൾ ആണ്. ഒരു ഹൊറിസോണ്ടൽ ലെവൽ കിട്ടും. അതിനുശേഷം കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ദെൻ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. സോ CaO ആയി നമുക്ക് പിന്നെ കിട്ടിയത്. അത് 740 തൊട്ട് 980 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിൾ ആണ്. ഒരു ഹൊറിസോണ്ടൽ വെയിറ്റ് ലെവൽ നമുക്കിവിടെ കിട്ടും. ഇനി അടുത്ത ഒരു തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ പോളിമേഴ്സിന്റെ തെർമോഗ്രാം. ടെമ്പറേച്ചർ, മാസ്, നമുക്ക് ഡിഫറെന്റ് പോളിമേഴ്സ് ഉണ്ടെങ്കിൽ ആ പോളിമറുകൾ ഏതൊക്കെ കാര്യത്തിന് യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ ഇത്തരത്തിൽ ഈ തെർമോഗ്രാം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ PVC ഉണ്ട്, PMMA പോളി മീഥൈൽ മെത്ത് അക്രിലേറ്റ് ഉണ്ട്, LDPE ലോ ഡെൻസിറ്റി പോളി എഥിലീൻ ഉണ്ട്, പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷന് നമുക്ക് ഈ PVC ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നോക്കിയേ 300 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മുമ്പ് തന്നെ PVC വെയിറ്റ് ഒക്കെ കുറഞ്ഞ് അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോവും അല്ലേ. PMMA ആണെങ്കിൽ കുറച്ചുകൂടി ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടാണ് വെയിറ്റ് കുറയുന്നത്. ദെൻ LDPE ലോ ഡെൻസിറ്റി പോളി എഥിലീൻ കുറച്ചുകൂടി ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ ആണെങ്കിൽ കണ്ടോ 500 ഡിഗ്രി സെൽഷ്യസ് വരെ കോൺസ്റ്റന്റ് ആയിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ ടെഫ്ലോൺ അടങ്ങിയ കുക്കിംഗ് വെയർസ് ഒക്കെ ഉണ്ട് അല്ലെ, നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാൻ ടെട്രാഫ്ലൂറോ എഥിലീന് വരമല്ല PVC ഒക്കെ വെച്ചാണ് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലുള്ള അവസ്ഥ ഓർത്ത് നോക്കിയേ. ചെറിയ ടെമ്പറേച്ചർ മതി, അത് ഉരുകി അതിന്റെ സ്ട്രക്ചറും എല്ലാം പോയി നമ്മുടെ പാത്രവും കേടായി എല്ലാം പോവും അല്ലെ. അപ്പോൾ ഓരോ ഈ പോളിമറിന്റെ ഓരോ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഏത് പോളിമർ യൂസ് ചെയ്യാം എന്നുള്ളത് ഈ നമുക്ക് ഈ ടെമ്പറേച്ചർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ തെർമോഗ്രാം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി TGയുടെ ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ ഫേസ് ട്രാൻസിഷൻ കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തരുന്നില്ല. അതായത് സോളിഡ് ലിക്വിഡ് ആവോ, ലിക്വിഡ് ഗ്യാസ് ആവോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ നമുക്ക് തെർമോഗ്രാമിൽ നിന്ന് കിട്ടില്ല. ചൂടാക്കുമ്പോൾ മാസിന് വ്യത്യാസം ഉണ്ടാകുന്ന ആ ഒരു പ്രോപ്പർട്ടി വെച്ച് മാത്രമാണ് നമ്മൾ ഈ തെർമോഗ്രാമിന്റെ അനാലിസിസ് നടത്തുന്നത്. അടുത്തതാണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, DTA. ഇതും ഒരു തെർമൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് ഇനേർട്ട് റെഫറൻസ് കോമ്പൗണ്ട് ഈസ് മെഷർഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ടെമ്പറേച്ചർ. സാമ്പിളിന്റെ ടെമ്പറേച്ചർ നോക്കുന്നു, അത് കൂടാതെ നമ്മളൊരു റെഫറൻസ് കോമ്പൗണ്ട് എടുത്ത് സാമ്പിൾ ചൂടാക്കുന്നതിന്റെ കൂടെ ഒരു റെഫറൻസ് കോമ്പൗണ്ട് കൂടി ചൂടാക്കുന്നുണ്ട്. ഈ റെഫറൻസ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത അതൊരു ഇനേർട്ട് മെറ്റീരിയൽ ആണ്. ചൂടാക്കി അതിന് പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ റെഫറൻസിന്റെയും സാമ്പിളിന്റെയും കൂടി ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് നടത്തുന്നത്. ഇതാണ് നമ്മുടെ DTAയുടെ തെർമോഗ്രാം. ടെമ്പറേച്ചർ തന്നെയാണ് X ആക്സിസിൽ, Y ആക്സിസിൽ ΔT ആണ്. ΔT എന്താണ്? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് റെഫറൻസ് കോമ്പൗണ്ട്. സാമ്പിളിന്റെ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഈ ΔTയിൽ എടുക്കുന്നത്. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എല്ലാ കോമ്പൗണ്ട്സിനും അതേപോലെ തന്നെ ഇപ്പൊ 100 ഡിഗ്രി ചൂടാക്കിയാൽ നമ്മുടെ സബ്സ്റ്റൻസും റെഫറൻസും എല്ലാം 100 ഡിഗ്രി തന്നെ ചൂടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചൂട് കിട്ടുന്നതിനനുസരിച്ച് സബ്സ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ റിയാക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യാം, ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവസാനം നമ്മൾ നോക്കുമ്പോൾ രണ്ട് സബ്സ്റ്റൻസിനും ഒരേപോലെ ആയിരിക്കില്ല ചൂട്. ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂടാക്കുന്നു, നമ്മുടെ സാമ്പിളും ഉണ്ട് റെഫറൻസും ഉണ്ട്. റെഫറൻസ് എങ്ങനെ ഇനേർട്ട് ആണ്, അതിന് പ്രത്യേകിച്ച് റിയാക്ഷൻ നടക്കില്ല. ചൂടാക്കിയാൽ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയാൽ റെഫറൻസിന് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഉണ്ടാവും. പക്ഷെ സാമ്പിൾ ചൂടാക്കി ഹീറ്റ് കിട്ടിയത് കൂട്ട് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷന് ഉപയോഗിച്ചുവെങ്കിൽ ബാക്കി ഇത്രയേ ഉണ്ടാവുള്ളൂ, 80 ഡിഗ്രി സെൽഷ്യസേ സാമ്പിളിന്റെ ചൂടുണ്ടാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് എക്സോതെർമിക് റിയാക്ഷൻ നടത്തി നമ്മുടെ സാമ്പിളിന്റെ ടെമ്പറേച്ചർ ഒരു 120 ഒക്കെ ആവാം. കൊടുത്തത് 100 ആണെങ്കിലും ആ ഹീറ്റ് ഉപയോഗിച്ച് റിയാക്ഷൻ ഒക്കെ നടത്തി എക്സോതെർമിക് ചേഞ്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കൊടുത്തതിനേക്കാൾ കൂടുതൽ ചൂടുണ്ട് ഇപ്പൊ നമ്മുടെ സാമ്പിളിന്. റെഫറൻസ് സെയിം ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാമ്പിളിന്റെ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസിന്റെ ടെമ്പറേച്ചർ നോക്കിയാൽ നമുക്ക് ആ ഒരു ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ DTAയിൽ എന്താ ചെയ്യുന്നത്? സബ്സ്റ്റൻസ് ചൂടാക്കാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സാമ്പിളിന്റെ ഒപ്പം നമ്മളൊരു റെഫറൻസ് കോമ്പൗണ്ട് കൂടി എടുത്തിട്ടാണ് ചൂടാക്കുന്നത്. സാമ്പിളിന്റെ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസ് കോമ്പൗണ്ടിന്റെ ടെമ്പറേച്ചർ നമ്മൾ Y ആക്സിസിൽ മെഷർ ചെയ്യുന്നു, X ആക്സിസിൽ ടെമ്പറേച്ചറും മെഷർ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഗ്രാഫ് വരുന്നത്. ഒന്നുകിൽ
നേരെ വരാം ഗ്രാഫ് നേരെ വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ടെമ്പറേച്ചറിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 0 എടുത്തിട്ടാണ് ഇവിടെ 0 എടുക്കുന്നത്. 0 തന്നെയാണ് ഈ ഗ്രാഫിൽ, ഈ ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? ഡെൽറ്റ ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആയിരിക്കും. സാമ്പിളിന്റെ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസിന്റെ ടെമ്പറേച്ചർ ആണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സാമ്പിളിന്റെ ടെമ്പറേച്ചറും റെഫറൻസിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ലൈന് ഹൊറിസോണ്ടൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ലൈൻ, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഇനി എക്സോതെർമിക് ചേഞ്ച് ആണ് എന്ത് സംഭവിക്കും? ഈ പീക്ക് കുറച്ച് വലുതായി അല്ലെ, അതായത് പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന എപ്പോഴാ? സാമ്പിളിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം അല്ലെ. സാമ്പിൾ ടെമ്പറേച്ചർ കൂടുതലും റെഫറൻസിന്റെ ടെമ്പറേച്ചർ കുറവുമാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പീക്ക് മേളിലേക്കായിരിക്കും, പോസിറ്റീവ് പീക്ക് ആയിരിക്കും. എക്സോതെർമിക് ചേഞ്ചുകളിലാണ് ഇങ്ങനെ സംഭവിക്കുക. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. 100 ഡിഗ്രി സെൽഷ്യസ് രണ്ടുപേർക്കും കൊടുത്തു, റെഫറൻസിന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് 100 ഡിഗ്രി തന്നെയുണ്ട് റെഫറൻസിന്റെ കയ്യിൽ. സാമ്പിള് എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടന്നത്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. അപ്പൊ 100 ഉണ്ടായിരുന്നു 120 ആയി. അപ്പൊ 120 മൈനസ് 100 20 ആണ് നമുക്ക് കിട്ടിയത്. അതായത് പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് എക്സോതെർമിക് ചേഞ്ച് ആണ്. അപ്പൊ എൻഡോതെർമിക് ചേഞ്ച് എങ്ങനെയായിരിക്കും? കിട്ടുന്ന ഹീറ്റ് കൂട്ട് കുറച്ച് എന്തെങ്കിലും ഒരു റിയാക്ഷന് വേണ്ടി എടുത്തു. അപ്പൊ ഇവിടെ സാമ്പിളിന്റെ ടെമ്പറേച്ചർ കുറവാണ് അല്ലെ, റിയാക്ഷന് വേണ്ടി എടുത്തിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തതിൽ സാമ്പിളിന് 80 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ, റെഫറൻസിന് 100 തന്നെയുണ്ട്. അപ്പൊ 80 മൈനസ് 100 നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? -20 ആയിരിക്കും. അതായത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ 0യേക്കാളും താഴെ ആയതുകൊണ്ട് നമ്മുടെ ഗ്രാഫിലും ഈ വാല്യൂ താഴെയായിരിക്കും, നെഗറ്റീവ് വാല്യൂ. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിന്റെ ഗ്രാഫ്. ഒന്നുകിൽ നേരെ വരാം, അതിനർത്ഥം രണ്ട് സാമ്പിളിന്റെ റെഫറൻസിന്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സോതെർമിക് ചേഞ്ച് ആയിരിക്കും, പോസിറ്റീവ് പീക്ക് ആയിരിക്കും. അതിനർത്ഥം എന്താണ്? സാമ്പിൾ കുറച്ച് ഹീറ്റ് കൂടി ലിബറേറ്റ് ചെയ്തു, എക്സോതെർമിക് ചേഞ്ച് ആണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. ഇനി എൻഡോതെർമിക് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ചെയ്തത്, അതുകൊണ്ട് സാമ്പിളിന്റെ ടെമ്പറേച്ചർ കുറവാണ്. ഇതാണ് DTA. DTAയുടെ അപ്പാരറ്റസ് ഇതാണ്. ഒരു പവർ സോഴ്സ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ മുമ്പേ സാമ്പിൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ സാമ്പിളും റെഫറൻസും വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിനും കൂടി 2 ടെമ്പറേച്ചർ സെൻസറുകളുണ്ട്, 2 ആംപ്ലിഫയറുകളുണ്ട്, ദെൻ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് DTAയുടെ അപ്പാരറ്റസ്. ഇനി DTAയിൽ പീക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അണ്ടർഗോൺ ബൈ സബ്സ്റ്റൻസ് ഓൺ ഹീറ്റിംഗ്. ഫ്യൂഷൻ, ഇവാപറേഷൻ, സബ്ലിമേഷൻ, അബ്സോർപ്ഷൻ, ഡീസോർപ്ഷൻ ഒക്കെ എൻഡോതെർമിക് ഫിസിക്കൽ ചേഞ്ചുകളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പീക്ക് താഴേക്കാണ്. അതിനർത്ഥം എന്താ? ഇതിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് ആയിരിക്കും നടന്നത്. ഇനി അബ്സോർപ്ഷൻ, ക്രിസ്റ്റലൈസേഷൻ ഒക്കെ നടന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പീക്ക് പോസിറ്റീവ് പീക്ക് ആയിരിക്കും, കാരണം അവ എക്സോതെർമിക് ചേഞ്ചുകളാണ്. ഇനി കെമിക്കൽ ചേഞ്ചസും എൻഡോതെർമിക്, എക്സോതെർമിക് ഉണ്ട്. റിഡക്ഷൻ ഇൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, ഡീഹൈഡ്രേഷൻ, ഡീകമ്പോസിഷൻ ഒക്കെ എന്താണ്? എൻഡോതെർമിക് കെമിക്കൽ ചേഞ്ചുകളാണ്. അപ്പൊ ഇത്തരം ചേഞ്ചുകളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ പീക്ക് എങ്ങനെ വരും? താഴേക്ക് വരും, 0യേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ്, പോളിമറിന്റെ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തെർമൽ ട്രാൻസിഷൻ ഓഫ് പോളിമേഴ്സ് ഒക്കർ ഓവർ ആൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ സിൻസ് പോളിമേഴ്സ് ആർ മിക്സർ ഓഫ് ഡിഫറെന്റ് ഹോമോലോഗ്സ്. പല മോണോമർ മോളിക്യൂൾസ് കൂടിച്ചേർന്നുണ്ടാവുന്നത് കൊണ്ട് ഈ പോളിമറിന്റെ ആ ഒരു ട്രാൻസിഷൻ, തെർമൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, പല ടെമ്പറേച്ചർ റേഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ഈ ഒരു DTA വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കാൽഷ്യം ഓക്സലേറ്റ്, ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റിന്റെ DTAയും ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? കാൽഷ്യം ഓക്സലേറ്റ് ആദ്യം ചൂട് അബ്സോർബ് ചെയ്തിട്ടാണ് വെള്ളം പുറത്തേക്ക് വിടുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ചൂടാക്കുമ്പോഴല്ലേ വാട്ടർ ഇവാപറേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ് ചൂടാക്കിയപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറി, വാട്ടറും എലിമിനേറ്റ് ചെയ്തു പോയി. അപ്പൊ അത് എൻഡോതെർമിക് ചേഞ്ച് ആണ്, അതുകൊണ്ടാണ് പീക്ക് താഴേക്ക്. ഇനി അടുത്തത് ഓക്സിഡേഷൻ ആണ് നടന്നത്. അടുത്ത കാൽഷ്യം ഓക്സലേറ്റ് പ്ലസ് O2 ഗീവ്സ് CaCO3. ആ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ ആയതുകൊണ്ട് അതൊരു എക്സോതെർമിക് ചേഞ്ച് ആണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തു. ഇനി കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നതും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്, അതുകൊണ്ട് അതും എൻഡോതെർമിക് ചേഞ്ച് ആണ്. ഇനി ഫേസ് ട്രാൻസിഷൻസ്, നമ്മുടെ സൾഫറിന്റെ ഒക്കെ ഡിഫറെന്റ് ഫേസ് ട്രാൻസിഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ TGA ആൻഡ് DTA എന്തൊക്കെയാണ്? തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ രണ്ടും തെർമൽ അനാലിസിസ് മെത്തേഡുകൾ തന്നെയാണ്. TGAയിൽ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റിനുണ്ടാവുന്ന ചേഞ്ച് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. DTAയിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ആൻഡ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് ഇനേർട്ട് റെഫറൻസ് കോമ്പൗണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ മാസിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. ഇനി TGAയിൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് റെക്കോർഡഡ് കണ്ടിന്യൂസ്ലി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. DTAയിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഓഫ് സാമ്പിൾ ആൻഡ് ഇനേർട്ട് റെഫറൻസ് ആണ് നമ്മൾ
മെഷർ ചെയ്യുന്നത്. ഇനി TGA ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, മാസ് ചേഞ്ചുകളുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചുകൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ഉപയോഗിക്കാം. ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് എങ്ങനെയാണ്? മാസ് ചേഞ്ചുകൾ ഇല്ലാത്ത ആ ഒരു കെമിക്കൽ ചേഞ്ചുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് കണ്ടുപിടിക്കാനും DTA ഉപയോഗിക്കാം. അപ്പോൾ TGA DTA തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. ഗ്രാഫ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനാണിത് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ.